ഇൻസ്റ്റാഗ്രാമിൽ ഒറ്റത്തവണ കണ്ടപ്പോൾ തന്നെ എന്തായാലും ഇത് ട്രൈ ചെയ്യണമെന്ന് തോന്നി. ഈ ഒരു ക്രീമിൽ ചോക്ലേറ്റ് സ്പഞ്ച് ഇങ്ങനെ മുങ്ങിക്കിടന്ന് ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. ഒരു ഗ്ലാസ്സിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കാണ് ഇതൊന്ന് റെഡിയാക്കി കിട്ടും. ഇതുപോലെ കിട്ടും കേട്ടോ. 1/4 കപ്പ് തിളച്ച ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കണേ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് ഒരു ബൗളിലേക്ക് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മൈദ ഓൾറെഡി അരിച്ചെടുത്തിട്ടുണ്ട്, അതോട്ട് കാണിക്കാത്തത്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണേ. ഇനി നല്ലോണം ക്ലീനായ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി മുട്ടയുടെ സ്മെൽ പോകാനും കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ബട്ടർ മിൽക്ക് അല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ശേഷം എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കൊക്കോ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളോ തരിതരിപ്പോ ഒന്നും ഇല്ലാണ്ട് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കോഫി മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത്, കുറച്ചായിട്ട് ഇട്ട് മെല്ലെ മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ട്രേയിലാണോ ബേക്കുന്നത് ആ ഒരു ട്രേയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഗ്ലാസിൻ്റെ ട്രേ ആയിട്ട് എടുത്തത്, അതിലേക്കാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് തട്ടിക്കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയാനായിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു അരമണിക്കൂർ ബേക്ക് ചെയ്താൽ മതി. അതൊന്ന് ബേക്കാവുന്ന ടൈം കൊണ്ട് നമുക്കൊരു ക്രീം റെഡിയാക്കി എടുക്കാണ്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുക. എൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീം ഇല്ലാത്തതുകൊണ്ട് വിപ്പ് ചെയ്ത ക്രീം ഉണ്ടായിരുന്നു. ഒരു 1/2 കപ്പ് ക്രീം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് ആയിട്ടാണ് എടുത്തത്. അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു തിക്ക് ക്രീം ആക്കി എടുക്കണേ. അത്യാവശ്യം നല്ലോണം തിക്കായിട്ടുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടി ഇതിലേക്ക് ആഡ് ആക്കുന്നുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ തിക്ക വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ രീതിക്കുള്ള ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിലാട്ടോ വേണ്ടത്. ഈ ഒരു ടൈം ആകുമ്പോൾ അതൊന്ന് മാറ്റി വെക്കണേ. മുകൾ ഭാഗം കുറച്ച് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ മോൾഡിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. ഇനി ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് തണുത്തതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ടൈമിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നോർമൽ സ്പഞ്ച് പോലെ അല്ല കേട്ടോ, നല്ല സോഫ്റ്റാണ്. കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ച് തണുത്തതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കണേ. ഇനി നിങ്ങൾ ഏതിലാണ് സെർവ് ചെയ്യുന്ന ആ ഒരു ബോൾ എടുക്കുക. അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് കേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ചൂടോടെ തന്നെ ആ ഒരു ക്രീം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെയും കേക്ക് ക്യൂബ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ക്രീം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒഴിച്ച് കൊടുത്തപ്പോൾ കുറച്ച് ക്രീം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയത് അത്രയും ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കണം.